ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് യെല്ലോ സ്പോട്ടഡ് ഹണി ഈറ്റർ എന്ന പക്ഷിയെ പറ്റിയാണ്. മെലിഫാക്കിഡേ കുടുംബത്തിലെ ഒരു ഇനം പക്ഷിയാണ് യെല്ലോ സ്പോട്ടഡ് ഹണി ഈറ്റർ. ഈ പക്ഷിയെ ലെസർ ലെവിൻ എന്നും അറിയപ്പെടുന്നു. ഓസ്ട്രേലിയയുടെ വടക്കൻ ക്വീൻസ്ലാൻഡിൽ മാത്രമാണ് ഈ പക്ഷി കാണപ്പെടുന്നത്. കണ്ണുകൾക്ക് പിന്നിലുള്ള മഞ്ഞപ്പാടാണ് പക്ഷിയുടെ പൊതുവായ പേരിന് കാരണം. മഞ്ഞപ്പാടുകളുള്ള ഹണി ഈറ്റർ ഒലിവ് തവിട്ട് ചാരനിറമാണ്. പക്ഷിയുടെ ഭാരം ഏകദേശം 2.3 മുതൽ 30 ഗ്രാം വരെയാണ്. ചിറകുകൾ 8 മുതൽ 9 സെൻറ്റിമീറ്റർ വരെയാണ്. ഈ ഇനത്തിൽ 2 ഉപജാതികളുണ്ട്. അവ മെലിഫാഗ്നോട്ടോ മിക്സ് എന്നറിയപ്പെടുന്നു. മഞ്ഞപ്പുള്ളികൾ ഉള്ള ഹണി ഈറ്ററുകൾ ആക്രമണാത്മകവും ഉച്ചത്തിലുള്ളതും ലോഹത്തിൽ തട്ടുന്ന പോലുള്ള ശബ്ദമുള്ളവയുമാണ്. മഞ്ഞപ്പുള്ളിയുള്ള ഹണി ഈറ്റർ പാസറിഫോർ മെല്ലിഫാഗിഡേ കുടുംബത്തിൽ ഉൾപ്പെടുന്നു. ഈ ഇനത്തിൽ 2 ഉപജാതികളുണ്ട്. മെലിഫാഗ നോട്ടഡ നോട്ടേറ്റ, മെലിഫാഗ നോട്ടഡാമിക് സ്റ്റാ. ആദ്യത്തേത് 1867 ഗൗൾഡും രണ്ടാമത്തേത് 1912 മാത്യൂസും പേര് നിർദ്ദേശിച്ചു. നിർദ്ദിഷ്ടനാമമായ നോട്ടാറ്റ എന്നത് ലാറ്റിൻ നോഡാറ്റ്സിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. സ്പോട്ടഡ് അല്ലെങ്കിൽ മാർക്ക്ഡ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. 1844 മഞ്ഞപ്പുള്ളികളുള്ള ഹണി ഈറ്ററിന് സമാനമായ ഒരു പക്ഷിയെ കണ്ടെത്തി പേര് നൽകിയിരുന്നു. മഞ്ഞപ്പുള്ളിയുള്ള ഹണി ഈറ്ററിന് മുകളിൽ ഒലിവ് തവിട്ട് നിറവും ഒലിവ് ചാരനിറവുമാണ്. എങ്കിലും ഇവയുടെ തലയിൽ തിളക്കമുള്ള മഞ്ഞ ഭാഗങ്ങളുണ്ട്. ഇവയ്ക്ക് തവിട്ട് കാലുകളും കാൽപാദങ്ങളും കണ്ണുകളുമുണ്ട്. കൊക്കും തവിട്ട് നിറമാണ്. 16 മുതൽ 20 സെൻറ്റിമീറ്റർ വരെയാണ് പക്ഷിയുടെ വലുപ്പം. ആൺപക്ഷികളുടെ ഭാരം 24 മുതൽ 29.5 ഗ്രാം വരെയാണ്. ഇവയുടെ ശരാശരി ഭാരം 27 ഗ്രാമാണ്. പെൺപക്ഷികൾക്ക് 23.5 മുതൽ 30 ഗ്രാം വരെ ഭാരമുണ്ട്. ഇവയുടെ ശരാശരി ഭാരം 25.9 ഗ്രാമാണ്. മെലിഫാഗ്നോട്ടോ നോഡറ്റ എന്ന ഉപജാതിയിലെ ആൺപക്ഷികൾക്ക് ശരാശരി വിങ് സ്പാൻ 8.6 മുതൽ 9.1 സെൻറ്റിമീറ്റർ വരെയും പെൺപക്ഷികൾക്ക് 7.9 മുതൽ 8.3 സെൻറ്റിമീറ്റർ വരെയുമാണ്. ഉപജാതികളായ മെലിഫാഗ്നോട്ടോ സ്റ്റേയിലെ ആൺപക്ഷികൾക്ക് ശരാശരി വിങ് സ്പാൻ 8.3 മുതൽ 8.7 സെൻറ്റിമീറ്റർ വരെയും പെൺപക്ഷികൾക്ക് 7.7 മുതൽ 8.1 സെൻറ്റിമീറ്റർ വരെയും ആണ്. ഈ പക്ഷികളെ ഓസ്ട്രേലിയയിലെ ഉത്തര ക്വീൻസ്ലാൻഡ് പ്രദേശത്തെ ട്രോപ്പിക്കൽ മഴക്കാടുകളിൽ കാണപ്പെടുന്നു. 200 മീറ്റർ വരെ ഉയരത്തിൽ വരെ ദൃശ്യമാകുന്നവരാണ്. മഴക്കാടുകളുടെ അന്തർസ്ഥലവും മധ്യവലയവും ആണ് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത്. പ്രധാനമായും അദുബം, കീടങ്ങൾ, ചെറുഫലങ്ങൾ എന്നിവയാണ് ഇവയുടെ ഭക്ഷണം. ഇവ പൂവുകളിൽ നിന്നുള്ള മധു ശേഖരിക്കുകയും മരശാഖകളിലോ ചെടികളിലോ കപ്പ് രൂപത്തിലുള്ള നെയ്ത മടിയാണ് ഇവയുടെ കൂട്. ഇവ നിർമ്മിച്ചിരിക്കുന്നത് ടീയുടെ തണ്ടുകളോ മരച്ചുണ്ടുകളോ ഒക്കെയാണ്. മുട്ടകൾ സാധാരണയായി 2-3 എണ്ണം ഉണ്ടായിരിക്കും. നവംബർ മുതൽ ഏപ്രിൽ വരെയാണ് ഈ പക്ഷികളുടെ പ്രജനനകാലം. മുട്ടകൾ വെളുത്തതും തവിട്ട് പാടുകൾ ഉള്ളതുമാണ്. 14-16 ദിവസത്തിനകം കുഞ്ഞുങ്ങൾ വിരിയും. ആൺപക്ഷിയും പെൺപക്ഷിയും കൂടി കുഞ്ഞുങ്ങൾക്ക് മധുരവും കീടങ്ങളും കൊടുത്ത് വളർത്തുന്നു. ഒലിവ് പച്ച നിറമുള്ള ശരീരത്തോടു കൂടിയതും ഇവയുടെ കണ്ണിനും കഴുത്തിന് ചുറ്റും മഞ്ഞപ്പാടുകൾ ഉള്ളതുകൊണ്ടുമാണ് ഈ പക്ഷികൾക്ക്
യെല്ലോ സ്പോട്ടഡ് എന്ന പേര് ലഭിച്ചത്. നീളം കൂടിയ വളഞ്ഞ ചുണ്ടുകൾ പൂക്കളിൽ നിന്നുള്ള മധുരം കുടിക്കാൻ അനുയോജ്യമായതാണ്. ഈ പക്ഷികൾ പ്രഭാത സമയങ്ങളിൽ ആണ് പൂക്കളിൽ നിന്നും മധുരം കുടിക്കലും കീടങ്ങളെ പിടിക്കലുമായി സഞ്ചരിക്കുന്നത്. ഉച്ച സമയങ്ങളിൽ ചിറകുകൾ വൃത്തിയാക്കലും വിശ്രമവുമാണ്. വൈകുന്നേരമാകുമ്പോൾ കൂട്ടുകാർക്കൊപ്പം പാടാനായി തുടങ്ങുന്നു. രാത്രിയിൽ മരശാഖകളിൽ ആണ് വിശ്രമിക്കുന്നത്. ഈ പക്ഷികൾ പരാഗണത്തിലൂടെ സസ്യങ്ങളുടെ പ്രജനനത്തിലും പരിസ്ഥിതിയിലും പങ്കുവഹിക്കുന്നു. മഴക്കാടുകളിൽ ജീവിക്കുന്ന പല സസ്യങ്ങളുടെയും വളർച്ചയ്ക്ക് ഇവ നിർണായകമാണ്. നദീതീര പ്രദേശങ്ങൾ, പച്ചപ്പുള്ള ചെടികൾ നിറഞ്ഞ കാടുകൾ, മലനിരകളുടെ അടിവാരങ്ങൾ എന്നിവ ഇവയ്ക്ക് പ്രിയപ്പെട്ട വാസസ്ഥലങ്ങളാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.